നമസ്കാരം. തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖ നക്ഷത്രക്കാരുടെ 1201 ആണ്ട് പുതുവർഷ ഫലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചിത്തിര നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ ചൊവ്വയാണ്. ചോതി നക്ഷത്രം ദേവഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ രാഹുവാണ്. വിശാഖ നക്ഷത്രം അസുരഗണത്തിൽപ്പെടുന്നു. നക്ഷത്രാധിപൻ വ്യാഴമാണ്. ഇനി ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥിതി പറയാം. വ്യാഴം നിങ്ങളുടെ 9ാം ഭാവത്തിലാണ്. ഒക്ടോബർ 18 വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് രാശി മാറും. അപ്പോൾ നിങ്ങളുടെ 10ാം ഭാവത്തിലേക്ക് മാറും വ്യാഴം. വർഷം മുഴുവനും വ്യാഴം നിങ്ങൾക്ക് അനുകൂലമാണ്. രാഹു 5ാം ഭാവത്തിലും കേതു 11ാം ഭാവത്തിലുമാണ്. ശനി 6ാം ഭാവത്തിലുമാണ്. 1201 ആണ്ട് പുതുവർഷം തുലാം രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യം നിറഞ്ഞ വർഷമായിരിക്കും. രാശിയധിപൻ വ്യാഴം ഭാഗ്യസ്ഥാനത്താണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. ശുഭകാര്യങ്ങൾ നടക്കും. അവാർഡുകൾ, പേര്, പ്രശസ്തിയൊക്കെ കിട്ടും. പിന്നെ ദൈവവിശ്വാസം വർദ്ധിക്കും. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്നൊക്കെ ഗുണാനുഭവങ്ങൾ വന്നു ചേരും. പുതിയ സുഹൃത്തുക്കളെ കിട്ടാൻ, അതുപോലെ തന്നെ കുടുംബത്തെ ഐശ്വര്യം നിലനിൽക്കും. ശനി നിങ്ങളുടെ 6ാം ഭാവത്തിലാണ്. 6ലുള്ള ശനി നിങ്ങൾക്ക് അനുകൂലമാണ്. ശത്രുക്കൾ മാറിക്കിട്ടും. കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും. അതുപോലെ കൃഷി, പക്ഷിമൃഗ പരിപാലനത്തിൽ നിന്നൊക്കെ ലാഭം കിട്ടും. ബിസിനസ്സിൽ ലാഭമുണ്ടാകും. കേസ് വഴക്കുകളിൽ വിജയിക്കാൻ പറ്റും. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. രാഹു 5ലുള്ളത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും. അതുപോലെ പുതിയത് പഠിക്കാനൊക്കെ പറ്റും. ക്രിയേറ്റീവ് മേഖലയിലുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ്. എന്തെങ്കിലും തരത്തിലുള്ള ടെൻഷൻ, അനാവശ്യ ചിന്തകളൊക്കെ നിലനിൽക്കും. സന്താനങ്ങളെപ്പറ്റി ചിന്ത ഉണ്ടാകും. അതുപോലെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമാണ്. വിവാഹം നടക്കാൻ, പ്രണയവിവാഹം, പുനർവിവാഹമൊക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമാണ്. കേതു 11ലുള്ളത് നിങ്ങൾക്ക് അനുകൂലമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. അതുപോലെ കലാരംഗത്തുള്ളവർക്ക്, സാഹിത്യ എഴുത്തുകാർക്ക്, സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അത് ഗുണങ്ങൾ വർദ്ധിക്കും. ആഗ്രഹങ്ങൾ നടക്കും. നല്ല അറിവും ബുദ്ധി സാമർഥ്യത്തോടെ എല്ലാ കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും. നിങ്ങളുടെ രാശിയധിപൻ ശുക്രൻ ഇപ്പോൾ കർക്കിടകൻ രാശിയിലാണ്. അത് കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് യോഗം പറഞ്ഞാൽ മാളവ്യ രാജയോഗം കിട്ടും. പിന്നെ മറ്റെല്ലാ ഗ്രഹങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ്. പിന്നെ ഭാഗ്യസ്ഥാനത്തുള്ള ഗ്രഹം നിങ്ങളുടെ ബുധനാണ്. ബുദ്ധി സാമർഥ്യത്തോടെ എല്ലാ രംഗത്തും വിജയിക്കാനായിട്ട്, അതുപോലെ ബിസിനസ്സിലൊക്കെ നല്ല ഉയർച്ചയുണ്ടാകും. സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ രാഹുവിന് വേണ്ടി സർപ്പപ്രീതി വരുത്തുന്നത് കൊണ്ട്, അതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിനെ അർച്ചന നടത്തുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഭാഗ്യവും ലാഭവും വർദ്ധിക്കും. എല്ലാ തുലാം രാശിക്കാർക്കും പുതുവർഷം എല്ലാവിധ ഐശ്വര്യവും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. Thank you.